ഗൈസ്, ഇത് നമ്മുടെ സെക്കൻഡ് ക്ലാസ് ആണ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ എന്താണ് ഓഫർ, സെക്ഷൻ 2 സബ്സെക്ഷൻ എ പ്രകാരം ഓഫർ എന്താണ്, അതിന്റെ എസെൻഷ്യൽ എലമെന്റ്സ് എന്താണ്, എസെൻഷ്യൽസ് എന്തൊക്കെയാണ്, അതുപോലെ ടൈപ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് when does an offer comes to an end, ഒരു ഓഫർ എപ്പോഴാണ് അവസാനിക്കുക എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് ആണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഓഫറർ ആരാണ്, ഓഫറി ആരാണ്, ഓക്കെ, ഇങ്ങനെയുള്ള ടേമും ഓഫർ എന്താണ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ഓഫർ എവിടെയാണ് അവസാനിക്കുന്നത് എന്നാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് പോയിന്റ് ബൈ ലാപ്സ് ഓഫ് സ്റ്റിപ്പുലേറ്റഡ് ഓർ റീസണബിൾ ടൈം. ഓക്കെ, ബൈ ലാപ്സ് ഓഫ് stipulated or reasonable time. ഓക്കെ, ഇത് പറയുന്നതിന് മുന്നേ നമ്മൾ ചില ഓഫർ പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഓഫറർ എന്ത് ചെയ്യും, ഓഫറിക്ക് ഒരു ടൈം കൊടുക്കും. ഈ ഓഫർ നീ ചെയ്യേണ്ടത് ഈ 2 ദിവസത്തിന്റെ ഉള്ളിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അത് നിനക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, ആ 2 ദിവസവും കഴിഞ്ഞതിന് ശേഷം ഓഫർ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പൊ എന്താണ് 2 കേസ് ഞാൻ ഇവിടെ പറയാണ്. ഫസ്റ്റ് പറയാൻ പോകുന്നത് when time specified. ഓക്കെ, അപ്പൊ എന്താണ് എ എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാളുടെ വീട്ടില് ഓക്കെ സ്ഥിരമായിട്ട് വരുന്ന ഒരു സെർവന്റ് ഒരാഴ്ച ലീവാണ്. എന്തോ ഒരു പ്രത്യേക സാഹചര്യമായിട്ട് അവർക്ക് ദൂരെ പോകേണ്ട ഒരു ആവശ്യം വന്നുകൊണ്ട് ഒരാഴ്ച ലീവാണ്. അപ്പോ ബി എന്ന് പറയുന്ന ഒരു സെർവന്റിനോട് പറഞ്ഞു, ഒരാഴ്ചത്തേക്ക് എന്റെ വീട്ടിൽ വരേണ്ട, ഈ ഒരു മൺഡേ മുതൽ അടുത്ത മൺഡേ വരെ എന്റെ വീട്ടു ജോലിക്ക് ആളില്ല, നീ ഒന്ന് വരുമോ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാണ്, ഇവിടെ ഒരു ടൈം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ടൈം പീരീഡിന്റെ ഉള്ളില് റെഡി ആണെന്ന് പറഞ്ഞ് ബി വന്നു കഴിഞ്ഞാൽ, ബി എന്ന് പറയുന്ന ആള് വന്നു കഴിഞ്ഞാൽ ആഫ്റ്റർ ടൈം മീൻസ് ഈ ഒരാഴ്ച സമയമാണ് ഇല്ലാത്തത്, ആളില്ലാത്തത്, ഈ സമയത്ത് ബി വന്നു കഴിഞ്ഞാൽ, ഓക്കെ ഒരാഴ്ച എന്ന് പറയുന്ന സമയത്തിനുള്ളിൽ അയാൾ വന്നു കഴിഞ്ഞാൽ അയാൾ അത് ആക്സെപ്റ്റ് ചെയ്ത് വന്നു എന്ന് പറയാം. ആ പറഞ്ഞ സമയത്തിനുള്ളിൽ അയാൾ വന്നിട്ടില്ലെങ്കിലോ, ഓക്കെ പറഞ്ഞ സമയം കഴിഞ്ഞു, അങ്ങനെ ഒരാഴ്ച സമയത്തേക്കാണ് എനിക്ക് വേണ്ടത്, നീ നാളെ തന്നെ, ഇപ്പൊ സൺഡേ ആണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ സൺഡേ ഇപ്പൊ പറയുകയാണെങ്കിൽ നാളെ മൺഡേ മുതൽ അടുത്ത മൺഡേ വരെ എനിക്ക് ആവശ്യമുണ്ട്, വീട്ടിൽ ആവശ്യമുണ്ട്, കുട്ടീനെ നോക്കാനാണ്, അപ്പോ എന്റെ കൂടെ ഉള്ള ഒരാൾ പോയതുകൊണ്ടാണ് എന്ന് പറഞ്ഞ സിറ്റുവേഷനിൽ ഓക്കെ റെഡി ആണെന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യാ, ഇന്ന് രാത്രിന്റെ ഉള്ളിൽ റിസൾട്ട് തരാമെന്ന് പറഞ്ഞു. രാത്രിയായിട്ടും അയാൾ വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലോ അതിന്റെ ആൻസർ എന്താ, അയാൾ റെഡി അല്ല എന്നാണ്. ഓക്കെ, അപ്പൊ എന്താ അയാൾക്ക് കൊടുത്തിട്ടുള്ള ടൈം പീരീഡ് ഇന്ന് രാത്രി എന്നുള്ളതാണ്. ഈ ഇന്ന് രാത്രി കഴിഞ്ഞാൽ എന്തായി, ആ ഓഫർ പോയി, തീർന്നു എന്നാണ് അതിന്റെ അർത്ഥം. ചില സമയത്ത് നോട്ട് സ്പെസിഫൈഡ്. ഓക്കെ, ഇവിടെ ചില കേസിൽ ഞാനിപ്പോ ഒരാളോട് പറയാം, ടൈം ഒന്നും പറഞ്ഞില്ല, പക്ഷെ ഇവിടെ ചില പ്രത്യേക കേസിൽ റീസണബിൾ ടൈം നമ്മൾ എടുക്കേണ്ടി വരും. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ടൈം ഇന്ന് രാത്രിന്റെ ഉള്ളിൽ പറയണമെന്ന്. രണ്ടാമത്തെ കേസ് പറയുന്നത്, ഞാനിപ്പോ എന്താണ് ഒരു ക്ഷീര കർഷകനാണെന്ന് വിചാരിക്കും, എന്റെ കയ്യില് എന്തുണ്ട്, പാല് ഞാൻ ഡെയിലി സപ്ലൈ ചെയ്യുന്ന ഒരു സ്ഥലത്ത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു വേറെ ഒരു ആളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്റെ കയ്യില് ഒരു 20 ലിറ്റർ പാലുണ്ട്, നിങ്ങൾക്ക് വേണോ വേണ്ടയോ. ഓക്കെ, ഈ പാലെന്ന് പറയുന്നത്, മിൽക്ക് എന്ന് പറയുന്നത് എന്താണ്, ഹാർഡ്ലി ഒരു ദിവസമേ നിൽക്കൂ, അത് കൂടുതൽ ദിവസങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ, ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് റീസണബിൾ ടൈം ആണ്. വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം പറയണം ഈ റീസണബിൾ ടൈം. ഇതിപ്പോ ഒരു കാർ ആണെന്നുണ്ടെങ്കിൽ, കാർ എന്ന് പറയുമ്പോൾ അതിന് എത്ര വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം, വീടാണെങ്കിൽ. പക്ഷെ ചില പ്രോഡക്ട്സ്, ചില കാര്യങ്ങൾ നമുക്ക് കുറച്ച് സമയത്തേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എക്സാമ്പിൾ ആണ് മിൽക്ക്. ഈ ഒരു സിറ്റുവേഷനിൽ ടൈം ഒന്നും പറഞ്ഞില്ല, വേണോ വേണ്ടേന്ന് ചോദിച്ചിട്ടേ ഉള്ളൂ. ആ മനസ്സിലാക്കേണ്ടത് ബാക്കിയുള്ളവരുടെ അയാളാണ്, പാലാണ് 2 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ നമ്മൾ തീരുമാനിക്കേണ്ടത് റീസണബിൾ ടൈം പീരിയഡിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അപ്പൊ എന്താണ് ബൈ ലാപ്സ് ഓഫ് സ്റ്റിപ്പുലേറ്റഡ് ഓർ റീസണബിൾ ടൈം. ആ ടൈം പീരീഡ് കഴിഞ്ഞു, ഇപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് അയാൾ പാല് വേണമെന്ന് പറഞ്ഞാൽ കിട്ടുമോ, ഇല്ല. ഇന്നത്തേക്ക് പറഞ്ഞാൽ ഇന്ന് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താണ് സ്റ്റിപ്പുലേറ്റഡ് ഓർ റീസണബിൾ ടൈം പീരിയഡ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഓഫർ ലാപ്സ് ആയി എന്നാണ് അർത്ഥം. ഓക്കെ, രണ്ടാമത്തത് ബൈ ദ ഡെത്ത് ഓർ ഇൻസാനിറ്റി of offerer or offering. Okay, എ എന്ന് പറയുന്ന ആള് ബി എന്ന് പറയുന്ന ആളോട് പറഞ്ഞു,
എന്റെ കയ്യിൽ എന്തുണ്ട്, കുറച്ച് വാല്യൂബിൾ ആയിട്ടുള്ള കുറച്ച് ഗോൾഡ്, എന്റെ ഗോൾഡ് ഉണ്ട്, അത് ഞാൻ നിനക്ക് തരാം, ഒരു 5 പവനുണ്ട്, നീ ഇത്ര ഇതിന് കണക്കാക്കി നീ ഇത്ര തരുമോ? അപ്പൊ ബി എഗ്രി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ തരാന്ന് പറയുന്നതിന്റെ രാവിലെ എ മരിച്ചു, അല്ലാന്നുണ്ടെങ്കിൽ ബി മരിച്ചു. സപ്പോസ് എ മരിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ ഈ ബിക്ക് എയുടെ ഗോൾഡ് എനിക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കിത് വാങ്ങണം എന്ന് പറഞ്ഞ് വരാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, സപ്പോസ് അത് ബി ആണെങ്കിലോ എനിക്ക് വിൽക്കാനും പറ്റില്ല. സോ എന്താണ് നമ്മൾ എന്താണ് ഓഫറായി ഓഫറിയായി അയാൾ ഈ ഒരു സമയത്തില്ല. അല്ല എങ്കിൽ ഇയാളുടെ കയ്യില് ഉള്ള ഒരു സംഗതി, എന്റെ കയ്യിലുള്ള ഒരു സംഗതി ഞാൻ വേറൊരാൾക്ക് കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബൈ ചാൻസ് അതെന്റെ കയ്യിൽ നിന്ന് നഷ്ടമായി. ഓക്കെ, എന്റെ കയ്യിൽ ഇപ്പൊ അതില്ല എങ്കിൽ എനിക്കത് കൊടുക്കാൻ പറ്റുമോ? ക്ലിയർ? അപ്പൊ എന്താണ്, ഒന്നുകിൽ ഡെത്ത്, ഒന്നുകിൽ മരണം സംഭവിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു അവസ്ഥ വന്നിട്ട് കൊടുക്കാൻ പറ്റാതിരിക്കുക. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഓഫർ എന്ന് പറയുന്നത് ലാപ്സ് ആയി, കൊടുക്കാൻ പറ്റാതെ അതെന്തായി തീർന്നുപോയി. ഓക്കെ, മൂന്നാമതായിട്ട് നമുക്ക് പറയുന്നത് ബൈ ഫെയിലിയർ ടു ഫുൾഫിൽ എനി കണ്ടീഷൻ ബിഫോർ ആക്സെപ്റ്റൻസ്. ഓക്കെ, ആക്സെപ്റ്റ് ചെയ്യുന്നതിന്റെ മുന്നേ, ഇപ്പൊ ഞാനൊരു ഓഫർ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മളൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്താണ്, നമ്മളൊരു മാർക്കറ്റിംഗ് ഏജൻസിയാണ്. അപ്പൊ അവരോട് നമ്മൾ പറയാണ് എന്റെ സെയിലിന്റെ 5% 2 മാസത്തിന്റെ ഉള്ളിൽ കൂട്ടി തന്നു കഴിഞ്ഞാൽ അടുത്തുള്ള ഫുൾ എന്റെ അടുത്തതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളായിരിക്കും അടുത്ത വർഷത്തേക്ക് ഫുള്ള് നിങ്ങളായിരിക്കും ചെയ്യുക. അതൊരു ഓഫറാണ്. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. സെയിൽ എന്ന് പറയുന്നത് എന്താണ്, 5% കൂടണം എന്നുള്ള കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തിട്ടില്ല എങ്കിൽ എന്തായി, അടുത്ത വർഷത്തേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ബൈ ഫെയിൽ, അത് ഫെയിൽ ചെയ്തു, അവർക്ക് 5% പോയിട്ട് 2% പോലും ആഡ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയുള്ള ഒരു ഫേം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് നമ്മുടെ ഓഫർ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ എന്താണ്, കണ്ടീഷൻ ബിഫോർ ആക്സെപ്റ്റ് ചെയ്യുന്നതിന്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്തു, ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ കണ്ടീഷൻ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ഓഫർ ലാപ്സ് ആയി. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് okay when it is not accepted in the prescribed manner. prescribed mode പറയാം നമുക്ക്. ഓക്കെ, ഞാനിപ്പോ പറയാണ് എന്റെ കയ്യിലൊരു വീടുണ്ട്. എന്റെ വീട്, സ്വന്തം വീട് ഞാൻ നിനക്ക് വിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ഫ്രണ്ടിനോട് ഞാൻ പറയാണ്, നീ ഇതിന് റെഡി ആണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൾ ചെയ്ത് അറിയിക്കുക. നീ റെഡി ആണെന്നുണ്ടെങ്കിൽ 2 ദിവസത്തിന്റെ ഉള്ളിൽ ഞാൻ നിന്റെ കോള് ഞാൻ പ്രതീക്ഷിക്കും എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, ഫോൺ വെച്ചു. അപ്പൊ ബി ഇങ്ങനെ ആലോചിച്ചു, ഓക്കെ എന്നാ ഞാൻ വിറ്റാളാം. ഓക്കെ, ഞാൻ അവനോട് വാങ്ങാം. അപ്പൊ ഞാൻ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയായി. എനിക്ക് റെഡി ആയിട്ടുള്ളത് അവൻ അറിയണ്ടേ. അപ്പൊ അവൻ പറഞ്ഞിട്ടുള്ള മോഡ് എന്താണ്, കോളാണ്. പക്ഷെ ഇവൻ എന്ത് ചെയ്തു, ബി എന്ത് ചെയ്തു, ഒരു ലെറ്റർ അങ്ങോട്ട് അയച്ചു. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് റെഡി ആണെങ്കിൽ 2 ദിവസത്തിന്റെ ഉള്ളിൽ കോൾ ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കോൾ കിട്ടിയോ? ഇല്ല. ഇവിടെ മോഡ് എന്ന് പറയുന്നത് നമ്മൾ കോളായിരുന്നു, പക്ഷെ വന്നത് ലെറ്റർ ആണ്. സോ ഇതിലൂടെ ഒരു ഓഫർ എന്തായി, ക്യാൻസൽ ചെയ്തു. അപ്പൊ 4ാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് എന്താണ്, പോയി. എന്താണ്, ആ ഒരു മോഡിലല്ല കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് when offerer revoke the offer before acceptance. Okay, അപ്പോ എന്റെ മോന്റെ കയ്യിലൊരു സ്കൂട്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. അവൻ എന്ത് ചെയ്തു, അവനത് ഒരാൾക്കാരുടെ ഫ്രണ്ടിന് വിൽക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഫ്രണ്ട് പറഞ്ഞത് ഒരു 20,000 രൂപ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്റെ മോൻ ചോദിച്ചു, ഒരു 22 തരുന്നുണ്ടെങ്കിൽ നിനക്ക് ഞാൻ തരാം എന്നൊരു ഓഫർ കൊടുത്തു. ഓക്കെ, അപ്പൊ അവന് ഓക്കെ ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. ഇങ്ങനെ നിൽക്കുകയാണ്. 22 തന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ഞാൻ തരാം എന്ന് പറയുന്ന ഒരു ഓഫർ എന്റെ മകൻ അവന്റെ ഫ്രണ്ടിന് കൊടുത്തു. ഓക്കെ, അപ്പൊ അത് അവൻ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല, അവൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നിന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്നോട് എന്റെ ഒരു കസിന് വന്നിട്ട് പറഞ്ഞു, നിന്റെ മോന്റെ വണ്ടി എനിക്ക് തരും, ഞാനൊരു 30 തരാം. ഓക്കെ, അപ്പൊ 22 ആണോ 30 ആണോ എന്നുള്ളത്. അപ്പൊ ഓക്കെ ഞാൻ പറഞ്ഞു, മോനെ 22 നീ അവന് കൊടുക്കണ്ട, 30 ഒരാളുണ്ട്. അപ്പൊ എന്ത് ചെയ്തു, ഓഫറർ എന്ന് പറയുന്നത് എന്റെ മകനാ. എന്റെ മകൻ പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു, ഓക്കെ 22 വേണമെന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ മറ്റവനാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്തിട്ടുമില്ല, ആലോചിക്കട്ടെ എന്ന് പറഞ്ഞതാ. അതിന്റെ ഇടയിലാണ് എനിക്ക് 30 ഒരു ഓഫർ വേറെ വന്നത്. ഓക്കെ, അപ്പൊ ഓഫർ ചെയ്ത എന്റെ മകന് ഫ്രണ്ടിന് കൊടുക്കുന്നതിന് മുന്നേ ആ ഓഫർ ക്യാൻസൽ ചെയ്തു. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ അവിടെ ആദ്യത്തെ ഓഫർ ഇല്ല. ഓക്കെ,
അപ്പൊ എന്താണ് വെൻ ഓഫറർ റിവോക്ക് ദ ഓഫർ ബിഫോർ ആക്സെപ്റ്റൻസ്. റിവോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്തു. ഓഫറർ ചെയ്ത ആള് തന്നെ മറ്റേ ആളെ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ അത് എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു. ഈ ഒരു സിറ്റുവേഷനിൽ ഓഫർ എന്ന് പറയുന്ന ടേം ഇല്ല. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ വെൻ ഇറ്റ് ബിക്കം ഇല്ലീഗൽ. ഓക്കെ, ഇവിടെ ആറാമത് നമുക്ക് പറയുന്നത് വെൻ ഇറ്റ് ബിക്കം ഇല്ലീഗൽ. ഓക്കെ, അല്ലെങ്കിൽ സബ്ജക്ട് മാറ്ററിന് വിട്ട് നമ്മൾ എന്താ പറയുന്നത്, ഇല്ലീഗൽ ആണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന ഓഫർ എന്ന് പറയുന്നത് എന്താണ്, ഇല്ലീഗൽ ആണ്. ഓക്കെ, ഇല്ലീഗൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്നതിന്റെ മുന്നേ ആണ് മനസ്സിലായത് ഈ ഓഫർ ഇല്ലീഗൽ ആണ്, ഇത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ആ മനസ്സിലായ ആ ഒരു ധാരണ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളത് ഓഫർ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോ നമ്മളിപ്പോ പറഞ്ഞ ഈ ഒരു 6th പോയിന്റ് വരെ പറഞ്ഞു. 7th പോയിന്റ് when a counter offer is made. ലാസ്റ്റ് പോയിന്റ് ആണ്. ഓക്കെ, ഒരു കൗണ്ടർ ഓഫർ വന്നു. കൗണ്ടർ ഓഫർ എന്താന്ന് ഇതിന്റെ മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ടൈപ്പ് ഓഫ് ഓഫറിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ് കൗണ്ടർ ഓഫർ. ഓക്കെ, അപ്പൊ ഞാനിപ്പോ പറയാണ് എക്സും ഉണ്ട് വൈയും ഉണ്ട്. എക്സ് ആൻഡ് വൈ രണ്ട് ഫ്രണ്ട്സ് ആണ്. അപ്പൊ എക്സ് വൈനോട് പറയും എന്റെ കയ്യിൽ ഒരു ബൈസിക്കിൾ ഉണ്ട്, അത് ഞാൻ നിനക്ക് എന്ത് തരാം, ഒരു 15,000 റുപ്പിക്ക് എന്റെ കയ്യിലുള്ള ബൈസിക്കിൾ ഞാൻ നിനക്ക് തന്നോട്ടെ എന്നൊരു ഓഫർ എക്സ് വൈക്ക് കൊടുത്തു. ഓക്കെ, അപ്പൊ വൈ പറയാണ് ഓക്കെ ഞാൻ വാങ്ങാം, പക്ഷേ 15,000 റുപ്പീന്റെ ബൈസിക്കിൾ ഞാൻ വാങ്ങണേല് എന്റെ കയ്യിലുള്ള 25,000 റുപ്പീന്റെ മോട്ടോർ സൈക്കിൾ, എന്റെ കയ്യിലൊരു സ്കൂട്ടർ ഉണ്ട് ഒരു 25,000 രൂപേന്റെ, അത് നീ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 15,000 റുപ്പേന്റെ നിന്റെ സൈക്കിൾ ഞാൻ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞൊരു തിരിച്ചൊരു കൗണ്ടർ ഓഫർ കൊടുത്തു. ഓക്കെ, അപ്പൊ എന്താണ് എക്സ് പറഞ്ഞത്, ഒരു കണ്ടീഷൻ ആണ്. ഒരു കൗണ്ടർ ഓഫർ എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടീഷൻ വന്നു. എന്താണ് ഇവിടെ വന്നത്, എന്റെ കയ്യിൽ ഒരു 25,000 റുപ്പയുടെ ഒരു ബൈസിക്കിൾ ഉണ്ട്, അത് നീ വാങ്ങുകയാണെങ്കിൽ ഞാൻ ഇത് വാങ്ങിക്കോളാം എന്ന് പറയുന്ന ഒരു കൗണ്ടർ ഓഫർ വന്നു. ഓക്കെ, അപ്പൊ എന്താണ് ആദ്യത്തെ ഓഫർ എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഒരു ഓഫർ അവസാനിക്കുന്ന when does an offer comes to an end, എങ്ങനെയൊക്കെയാണ് ഒരു ഓഫർ അവസാനിക്കുക. 7 പോയിന്റ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് പോയിന്റ് ബൈ ലാപ്സ് ഓഫ് സ്റ്റിപ്പുലേറ്റഡ് ഓർ റീസണബിൾ ടൈം. നമ്മൾ പറഞ്ഞിട്ടുള്ള ടൈം പീരീഡ്, ആദ്യം ടൈം പീരീഡ് പറഞ്ഞിട്ടുണ്ട് 2 ദിവസത്തിനുള്ള പറയണം കേട്ടോ എന്ന് പറഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ ആ ഓഫറിന്റെ സമയം കഴിഞ്ഞു. ദെൻ നോട്ട് സ്പെസിഫൈഡ്, ചിലപ്പോൾ ടൈം പീരീഡ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്താണ്. ഓക്കെ, ഡീൽ ചെയ്യുന്ന സംഗതിയുടെ അടിസ്ഥാനത്തിൽ ഒരു റീസണബിൾ ടൈം നമ്മൾ തീരുമാനിക്കും. ഇപ്പൊ പാല് പോലെയുള്ള സംഗതിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറയേണ്ട സംഗതിയാണെങ്കിൽ ഇപ്പൊ അതിനെയാണ് റീസണബിൾ ടൈം എന്ന് പറയുന്നത്. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടൈം പീരീഡിനെയാണ് നമ്മൾ റീസണബിൾ ടൈം എന്ന് പറയാം. ഓക്കെ, രണ്ടാമത്തത് ബൈ ദ ഡെത്ത് ഓർ ഇൻസാനിറ്റി ഓഫ് ഓഫറർ ഓർ ഓഫറിംഗ്. ഓക്കെ, ചില സമയത്ത് ഓഫർ ചെയ്ത ആൾക്ക് അത് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരിക, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അയാൾ മരിക്കുക, അല്ലെങ്കിൽ ഓഫർ ചെയ്യായാലും അത് ഓക്കെ അതെന്തായി ഓഫർ ഇല്ലാണ്ടായി. നെക്സ്റ്റ് ബൈ ഫെയിലിയർ ടു ഫുൾഫിൽ എനി കണ്ടീഷൻ ബിഫോർ ആക്സെപ്റ്റൻസ്. ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എന്തോ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ കണ്ടീഷൻ ചെയ്യാൻ പറ്റാത്തത് കാരണം ആ ഓഫർ എന്തായി, ഇല്ലാണ്ടായി. നെക്സ്റ്റ് when it is not accepted in the prescribed mode, ഫോളോ ചെയ്യാൻ പറഞ്ഞു വന്നത് ലെറ്റർ. then offerer revoke the offer before acceptance. ആക്സെപ്റ്റ് ചെയ്യുന്നതിന്റെ മുന്നേ, ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്നതിന്റെ മുന്നേ ഓഫറർ തന്നെ അത് ക്യാൻസൽ ചെയ്തു. നെക്സ്റ്റ് when it become illegal, അത് ഇല്ലീഗൽ ആണെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് അത് ഇൻവാലിഡ് ആയി, അത് ഇല്ലാണ്ടായി, ഓഫറേ ഇല്ലാണ്ടായി. then when a counter offer is made, ഒരു കൗണ്ടർ ഓഫർ വന്നാൽ ഇത്രയുമാണ് ഒരു ഓഫർ ഇല്ലായ്മയാകുന്ന സിറ്റുവേഷൻസ് ആണ്. 7 സിറ്റുവേഷൻസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതോടുകൂടി ഓഫർ എന്ന് പറയുന്ന ഭാഗം തീരുവാണ്. നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് ആക്സെപ്റ്റൻസ് ആണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ പറയാൻ പോകുന്നത് ആക്സെപ്റ്റൻസ് ആണ്. ഓക്കെ, ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് അസെന്റ് ടു ആൻ ഓഫറിനെയാണ് നമ്മൾ ആക്സെപ്റ്റൻസ് എന്ന് പറയാ. ഒരാൾ ഓഫർ ചെയ്താൽ മറ്റേ ആളത് റെഡിയാണ്, മറ്റേ ആൾ ഓഫറിൽ സമ്മതം മൂടിക്കഴിഞ്ഞാൽ അതാണ് എന്ത്, ആക്സെപ്റ്റൻസ്. ദാറ്റ് മീൻസ് അസെന്റ് ടു ആൻ ഓഫർ. അസെന്റ് ടു ആൻ ഓഫർ ഈസ് ആക്സെപ്റ്റൻസ്. ഓക്കെ, അപ്പോ സെക്ഷൻ 2 സബ്സെക്ഷൻ ഡി പ്രകാരം നമ്മളോട് പറയുന്നത് എന്താണ്, when the person to whom the proposal is made
signifies his assent thereto, the proposal is said to be accepted എന്നാണ്. ഓക്കെ, ഒരാള് നൽകിയിട്ടുള്ള ഒരു പ്രപ്പോസല്, ഓക്കെ, അയാൾ സമ്മതം മറ്റൊരാൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ ഇത് ആക്സെപ്റ്റ് ചെയ്തു എന്നതാണ്. ഓക്കെ, അപ്പോൾ ആക്സെപ്റ്റൻസ് നമ്മൾ പറയുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ ബി പ്രകാരമാണ്. അത് ചില സമയത്ത് എന്താകാം? എക്സ്പ്രസ്ഡ് ആകാം, ഇംപ്ലൈഡ് ആകാം. ചില ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് എന്താകാം? ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. എക്സ്പ്രസ്ഡ് ഓർ ഇംപ്ലൈഡ്. നമുക്കറിയാം എന്താണ് എക്സ്പ്രസ്ഡ്, എന്താണ് ഇംപ്ലൈഡ്. എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ പറയണം, എന്റെ കയ്യിൽ ഒരു കാർ ഉണ്ട്, നീ അത് വാങ്ങോ? ഓക്കെ, മറ്റേ ആളാ ഓക്കെ ഞാൻ വാങ്ങിക്കോളാം, ബൈ വേർഡ് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു ലെറ്റർ അയച്ചു, എന്റെ കയ്യിൽ ഒരു വാഹനം ഉണ്ട്, നീ വാങ്ങാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ തിരിച്ചിങ്ങോട്ട് ഒരു ലെറ്റർ അയക്കാൻ പറഞ്ഞു, തിരിച്ചിങ്ങോട്ടേക്ക് ഒരു ലെറ്റർ ഞാൻ വാങ്ങിക്കോളാം എന്നിട്ട് അറിയിക്കുക. ഓക്കെ, അത് എക്സ്പ്രസ് ചെയ്യാണ്. എക്സ്പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? എക്സ്പ്രസ്ഡ് ആക്സെപ്റ്റൻസ് ആണ്. ചില കേസിൽ ഇംപ്ലൈഡ് ആകാം. ഇംപ്ലൈഡ് എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ, എക്സാമ്പിള് ഓപ്ഷൻ. നിങ്ങൾ ഒരുപാട് മൂവീസിലൊക്കെ ഓപ്ഷൻ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഓപ്ഷൻ നടക്കുന്ന സമയത്ത് ഒരുപാട് പബ്ലിക് ഇവിടെ എന്താണ് അഡ്വർടൈസ്മെന്റ് ഉണ്ടാവും. ഓപ്ഷൻ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അഡ്വർടൈസ്മെന്റ് ഉണ്ടാവും. ഓക്കെ, ഓപ്ഷനെ കുറിച്ചിട്ടുള്ള അഡ്വർടൈസ്മെന്റിനെ നമ്മൾ എന്താ പറയാ? നേരത്തെ പ്രോസ്പെക്ടസിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് ആൻ ഇൻവിറ്റേഷൻ ടു ആൻ ഓഫർ ആണ്. ഓഫറിനെ കുറിച്ചിട്ടുള്ള ഇൻവിറ്റേഷൻ ആണ്. സോ ആരാണ് ഓപ്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വരുന്നത്? അത് പബ്ലിക് ആണ്, അല്ലെ? പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പബ്ലിക് ബിഡ് മീൻസ് ഓരോ ഞാൻ ഇത്ര അവര് ബൈ വേർഡ് അവര് ബിഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതിനെ നമുക്ക് ഓഫർ എന്ന് പറയാം. ഓക്കെ, ഏത് ഓഫർ ആണോ ഓപ്ഷണർ, ഓക്കെ ഈ ഓഫർ എനിക്ക് ഓക്കെ നമ്മളിങ്ങനെ വിളിക്കൂലേ, ലേലം വിളിക്കില്ലേ? അപ്പൊ ഏതാണോ അയാൾക്ക് ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് തോന്നിയത് എന്ന് വെച്ചാൽ അയാൾ പറയല്ല ചെയ്യുക. അയാളൊരു ഹാമർ ബൈ ഫോളിന്റെ അയാൾ എന്ത് ചെയ്യും? ഹാമർ കൊണ്ട് അടിക്കുന്ന സമയത്ത് അതാണ് അതിന്റെ ആൻസർ. അയാൾ ലെറ്റർ ഇത് മതിയെന്ന് അയാൾ വാക്കോട് പറയുന്നില്ല, ലെറ്ററിലൂടെ പറയുന്നില്ല. അയാൾ എന്താ ചെയ്യുന്നത്? അയാൾ ചെയ്യുന്നത് ബൈ ഫോൾ ഹാമർ ആണ്. ഓക്കെ, ഓപ്ഷണർ എന്താ ചെയ്യുന്നത്? ബൈ ഫോൾ ഹാമർ, ഹാമർ കൊണ്ട് അടിക്കുകയാണ്. ഓക്കെ, ഇതാണ് ഇയാൾ ആക്സെപ്റ്റൻസ്. അയാൾ ആക്സെപ്റ്റ് ചെയ്തു എന്നതാണ് ഇയാൾ ഇതിലൂടെ ക്ലിയർ ചെയ്യുന്നത്. ഓക്കെ, ആക്സെപ്റ്റ് ചെയ്തു. ഇങ്ങനെയുള്ള ആക്സെപ്റ്റൻസിനെ നമ്മൾ എന്താ പറയുന്നത്? ഇംപ്ലൈഡ് ആക്സെപ്റ്റൻസ് എന്നാണ് പറയുക. ഇത് എന്തല്ല? എക്സ്പ്രസ്ഡ് ഇൻ നേച്ചർ അല്ല, ഇംപ്ലൈഡ് ഇൻ നേച്ചർ ആയിട്ടുള്ള ആക്സെപ്റ്റൻസ് ആണെങ്കിൽ അതിനെ അത്തരത്തിലുള്ള കോൺട്രാക്റ്റിനെ നമ്മൾ ഇംപ്ലൈഡ് എക്സ്പ്രസ്ഡ് ഓഫർ പ്ലസ് ഇംപ്ലൈഡ് ആക്സെപ്റ്റൻസ് ആണെങ്കിൽ അങ്ങനെയുള്ള കോൺട്രാക്ട് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ടാസിറ്റ് കോൺട്രാക്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ. ടാസിറ്റ് കോൺട്രാക്ട് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സപ്പോസ് എക്സ്പ്രസ്ഡ് ഓഫറും എക്സ്പ്രസ്ഡ് എന്താണ് പറയാ ആക്സെപ്റ്റൻസും ആണെങ്കിൽ അത് എന്തായിരിക്കും? എക്സ്പ്രസ്ഡ് കോൺട്രാക്ട് ആയിരുന്നു. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹൂ ക്യാൻ ആക്സെപ്റ്റ്, അല്ലെങ്കിൽ ആർക്കാണ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, who can accept എന്നാണ് നമുക്ക് പറയാൻ പോകുന്നത്. ഇവിടെ നമുക്കറിയാം ഓഫറിന്റെ കേസ് ആണെങ്കിൽ ഓഫർ എന്ന് പറയുന്നത് ജനറൽ ഓഫറും ഉണ്ട്, സ്പെസിഫിക് ഓഫറും ഉണ്ട്. ഓക്കെ, ഓഫറിന്റെ അടിസ്ഥാനത്തിലാണ് ആർക്കാണ് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാന്ന് നമ്മൾ പറയാം. ഇപ്പൊ ജനറൽ ഓഫർ ആണെങ്കിൽ നമുക്കറിയാം അത് ജനറൽ ഓഫർ എന്ന് പറഞ്ഞാൽ എനിവൺ ക്യാൻ അപ്ലൈ, എനിവൺ ക്യാൻ ആക്സെപ്റ്റ്. ആരാണോ ആർക്ക് വേണമെങ്കിലും ഇത് ആക്സെപ്റ്റ് ചെയ്യും. ഇതിനെ കുറിച്ചിട്ട് അറിയുന്ന ആർക്ക് വേണമെങ്കിലും ഇത് ആക്സെപ്റ്റ് ചെയ്യാം. ഇതിന് എന്തെങ്കിലും ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരുന്നു ജനറൽ എന്ത് ഓഫർ. ജനറൽ ഓഫറിന് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് അഡ്വർടൈസ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അഡ്വർടൈസ്മെന്റ് എന്താണ്? ജനറൽ ഓഫറിൽ വരുന്നതാണ്. ഇത് റെഡി ആയിട്ട് ഇവർ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ ഫോളോ ചെയ്യാൻ പറ്റുന്ന ആർക്കും അറിയുന്ന ഈ ഒരു ഓഫർ ഉണ്ട് എന്ന് അറിയുന്നതും ഈ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ ഫോളോ ചെയ്യാൻ കഴിയുന്നതുമായ ആർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓഫറിനെയാണ് നമ്മൾ എന്ത് പറയാ? ജനറൽ ഓഫർ എന്ന് പറയാ. ജനറൽ ഓഫർ ആർക്ക് വേണമെങ്കിലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. സ്പെസിഫിക് ഓഫർ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഈ സ്പെസിഫിക് ഓഫർ ആർക്കാണോ കൊടുത്തിട്ടുള്ളത്, ചിലപ്പോൾ അതൊരു ആൾക്കായിരിക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ, ചില പ്രത്യേക ആളുകൾക്ക് മാത്രം, ഒരു ഫാമിലിക്ക് കൊടുത്ത ഓഫർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരാൾക്ക് കൊടുത്ത ഓഫർ ആയിരിക്കാം. സോ എന്താണ്, അവർക്ക് മാത്രം ഈ ഓഫർ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
ഓക്കെ. അപ്പൊ ഹു ക്യാൻ ആക്സെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയണം? ഓഫർ രണ്ട് രീതിയിലാണ്. ജനറൽ ഓഫർ ആണെങ്കിൽ ആർക്ക് വേണമെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്യാം. അതിനെ കുറിച്ച് അറിയുന്നതും ടേംസ് ആൻഡ് കണ്ടീഷൻ ഫോളോ ചെയ്യാൻ പറ്റുന്നതുമായ ആർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാമെന്ന് പറയാം. സ്പെസിഫിക് ഓഫർ ആണെങ്കിൽ ആർക്കാണോ ആ ഓഫർ കൊടുത്തിട്ടുള്ളത് ആ ആൾക്കാർക്ക് മാത്രം, അല്ലെങ്കിൽ ഒരാളായിരിക്കാം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ആയിരിക്കാം, അവർക്ക് മാത്രമേ സ്പെസിഫിക് ഓഫർ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ.